السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل وسلم على سيدنا محمد وعلى آل മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഫിഖ് ക്ലാസിന്റെ 13ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിയാറത്ത് അറബി പദമാണ്. അതിന്റെ നേരെ ഭാഷാർത്ഥം സന്ദർശനം എന്ന. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സന്ദർശിക്കൽ. ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ നല്ലവരെ ആണെങ്കിൽ അത് പുണ്യമുള്ള കാര്യമാണ്. ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ ആ വ്യക്തി സന്ദർശിക്കപ്പെടുന്ന ആൾ സജ്ജനങ്ങളിൽപ്പെട്ടോ മഹത്തുക്കളാണെങ്കിൽ അതിനനുസരിച്ച് പ്രതിഫലം കൂടിക്കൊണ്ടേയിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്റിനെ സന്ദർശിച്ച വിവരം ഖുർആനിൽ പറയുന്നു. ഒരാള് മറ്റൊരാളെ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ആകാശ ലോകത്തു നിന്നൊരു വിളിയാളം പറയും, ത്രിബുത്ത, നീ നല്ലത് ചെയ്തിരിക്കുന്നു. താപ മംസാഖ്, നിന്റെ നടത്തം തന്നെ നന്മയായിരിക്കുന്നു. ഫിൽ ജന്നത്തി മൻസില, നീ സ്വർഗത്തിലൊരു സ്ഥാനം ഒരുക്കിയിരിക്കുന്നു. ഇനി ഒരു വ്യക്തി മരണപ്പെട്ടാലും സന്ദർശിക്കുക, അതാണ് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത്. ഖബറിൽ കിടക്കപ്പെടുന്ന വ്യക്തിയെ സിയാറത്ത് ചെയ്യുന്നത് പല കാരണങ്ങളാണ്, ഒന്ന് മാത്രമല്ല. ഒന്ന്, മരണത്തെപ്പറ്റിയുള്ള ഒരു സ്മരണ നമുക്കുണ്ടാകുവാൻ, ഈ വിയോഗാനന്തരം നമുക്കൊരു പാഠം നേരിട്ട് അനുഭവപ്പെടാൻ. രണ്ടാമത്തെ ഒരു കാര്യം, സ്നേഹബന്ധം, കുടുംബബന്ധം നിലനിർത്തുവാൻ വേണ്ടി. മൂന്നാമത്തത്, പുണ്യാത്മാക്കളെ സന്ദർശിക്കുമ്പോൾ അതിൻ്റെതായ തബറുക്ക് പുണ്യം കരസ്ഥമാക്കുക എന്നുള്ളത്. ഇതെല്ലാം ഇതിന്റെ പൊരുളാണ്. മറ്റു വെറും പഠനം, പരലോക ചിന്ത അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അമുസ്ലിമീങ്ങളായ ആളുകളുടെ ഖബർ സന്ദർശിച്ചാലും അത് മാത്രം ലഭിക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജന്നത്തുൽ ബഖീൽ ഖബറിൽ ഒക്കെ മറമാടപ്പെട്ട ആളുകളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അതേപോലെ ഉഹദ് രണാങ്കണത്തിൽ മരണപ്പെട്ട രക്തസാക്ഷികളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ ഖബറിലാണെങ്കിൽ തന്നെ ജീവിതകാലത്ത് സന്ദർശിക്കുന്നത് പോലെയാണ് സന്ദർശിക്കേണ്ടതും അവരോട് അഭിമുഖീകരിക്കുന്നതും. ആദ്യം കാണുമ്പോൾ തന്നെ, അവിടെ എത്തിയാൽ തന്നെ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളുടെ വീട്ടുകാരെ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, തീർച്ച അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും ഒരു ദിനം നിങ്ങളോടൊപ്പം ചേരുന്നതാണ്. നസ്അലുല്ലാഹ ലനാ വലക്കും വൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വ അൻതും സലഫുന വയം നഹ്നു ഖലഫൻ, ഞങ്ങളാവട്ടെ പിറകിൽ വരാൻ പോകുന്നതിന് നിങ്ങൾ ഞങ്ങളെക്കാൾ മുമ്പിൽ പോയി എന്ന്. ഇതോടൊപ്പം തന്നെ ഈ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മയ്യത്ത് ഈ ഖബറിലുള്ള ആള് പരിചയമുള്ള ആളാണെങ്കിൽ സലാം ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെടും ഇന്നയാളാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. ഹദീസിൽ കാണാം, ആനസുമായി യകൂനുൽ മയ്യിത്തു ഫിൽ ഖബരി, ഖബറിൽ ഒരാൾ കിടക്കുമ്പോൾ മയ്യത്തിന് ഏറ്റവും ആനന്ദകരമുണ്ടാക്കുന്നത് ഇദാ റഅ മൻ യുഹിബ്ബുഹു, ഓൻ സ്നേഹിക്കപ്പെടുന്ന ആളുകളെ കാണുന്ന സന്ദർഭത്തിലാണ്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സലാം ചൊല്ലിയാൽ അവർ തിരിച്ചറിയും, സലാം മടക്കുകയും ചെയ്തു. മാമിൻ അഹനി യമുറു അലാ ഖബരി അഖീഹിൽ മുഅ്മിൻ, ഒരാളും തന്റെ സഹോദരൻ, സത്യവിശ്വാസിയായ സഹോദരന്റെ മയ്യിത്ത് ഖബർ സന്ദർശിക്കുന്നില്ല. അങ്ങനെ ഫയുസല്ലിമു അലൈഹി, അവന്റെ മേൽ സലാം ചെല്ലുകയും ചെയ്യുന്നു. ഇല്ല അറഫഹു വറദ്ദ അലൈഹിം അസ്സലാം, അയാള് അവരെ തിരിച്ചറിയുകയും സലാം മടക്കുകയും ചെയ്തതായിട്ട് എന്നും ഹദീസിൽ കാണാം. പ്രത്യേകിച്ച് മാതാപിതാക്കളെ സന്ദർശിക്കുമ്പോൾ ജീവിതകാലത്ത് മാതാപിതാക്കളെ സന്ദർശിക്കുന്ന പോലെ തന്നെ പ്രതിഫലമുള്ളതാണ്. മാമിൻ അഹദിൻ, ഒരാൾ സന്ദർശിച്ചു ഖബറ വാലിദൈഹി ഔ അഹദുഹുമ, തന്റെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരാളെ, മാതാവിന്റെയോ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം സന്ദർശിച്ചാൽ സിയാറത്ത് ചെയ്താൽ കാനക ഹജ്ജത്തിനത് ഹജ്ജ് ചെയ്തു പോലെയുള്ള പ്രതിഫലമാണ്. വേറെ ഹദീസിൽ കാണും, മൻസാറ ഖബറ വാലിദൈഹി ഔ അഹദുഹുമ, മാതാപിതാക്കളെ അല്ലെങ്കിൽ മാതാവി പിതാവി ഇവരിൽ ഒരാളെ സന്ദർശിച്ചു. ഫയഖ്റഉ ഇൻദഹു സൂറത്ത് യാസീൻ, അവിടെ വെച്ച് സൂറത്ത് യാസീൻ ഓതുകയാണെങ്കിൽ അയാൾക്ക് പൊറുക്കപ്പെടും. ബി അദദിൻ ആയത്തൻ ഔ ഹർഫൻ, ആ സൂറത്ത് യാസീനിലെ ആയത്തിന്റെ എണ്ണം അനുസരിച്ചോ അതല്ലെങ്കിൽ ഹർഫിന്റെ എണ്ണം അനുസരിച്ചോ അവർക്ക് പാപം പൊറുക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യകാലത്ത് ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കുന്തു നഹൈത്തുക്കും അൻ സിയാറത്തുൽ ഖുബൂർ, ഖബർ സിയാറത്തിനെ സംബന്ധിച്ച് ഒരു ദിനം ഞാൻ നിങ്ങൾക്ക് വിലക്കിയിരുന്നു. ഇനി ആ വിലക്ക് നീക്കി ഫസൂറുഹ, നിങ്ങൾ അതിനെ സന്ദർശിച്ചോളി. അപ്പൊ ഈ ഫസൂറുഹ, നിങ്ങൾ സന്ദർശിച്ചോളി എന്ന് പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന വചനമായതുകൊണ്ട് അത് പുരുഷന്മാർക്ക് സമ്മതം ലഭിച്ചു, സ്ത്രീകൾക്കില്ല എന്നാണ് പണ്ഡിത വീക്ഷണം. എന്നാൽ ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ചെയ്യൽ കറാഹത്താണ്. എന്നാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ അത് ഒഴിവാണ്, അത് സ്ത്രീകൾക്ക് സന്ദർശിക്കാം. അതേപോലെ തന്നെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ പുണ്യാത്മാക്കളെ സന്ദർശിച്ച പുണ്യം ലഭിക്കാൻ വേണ്ടി അതും അതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതോ ആവട്ടെ, ഖബർ സിയാറത്ത് വലിയ പുണ്യം നിറഞ്ഞൊരു കാര്യമാണ്. തന്റെ ജീവിച്ചിരിക്കുന്ന സുഹൃത്തിനെ, കുടുംബത്തെ, മാതാപിതാക്കളെ സന്ദർശിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിനൊരിക്കൽ അത് ശക്തമായ പ്രതിഫലമുണ്ട്. അതിലൂടെ കുടുംബബന്ധം നിലനിൽക്കുന്നു, സ്നേഹബന്ധം നിലനിൽക്കുന്നു, മരണത്തെപ്പറ്റിയുള്ള ഓർമ്മ നിലനിൽക്കുന്നു. മരണപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമാവധി ഖബർ സിയാറത്ത് ചെയ്യുവാൻ നമുക്കൊക്കെയും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെയും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.